ഇപ്പം നമ്മളൊരു പ്ലേറ്റിനകത്ത് കുറച്ച് മെഴുക്കായിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പം ആ മെഴുക്ക് നമ്മൾ സോപ്പിട്ട് കഴുകിയാലും പോവും, പൂഴിമണ്ണിട്ട് ഉരച്ചാലും പോവും. പക്ഷെ നമ്മൾ പൂഴിമണ്ണിട്ട് ഉരക്കില്ല അല്ലേ? എന്തുകൊണ്ടാണ്? ഹൈജീനിക്കും അല്ല, മാത്രമല്ല പ്ലേറ്റിൽ സ്ക്രാച്ചസ് വരികയും ചെയ്യും. അപ്പോൾ ഒരു സെറാമിക് പ്ലേറ്റിനേക്കാളും എത്രയോ മൃദുലമാണ് നമ്മുടെ സ്കിന്ന്. അപ്പം കോഫി പൗഡർ പോലത്തെയോ കടലപ്പൊടി പോലത്തെയോ ചെറുപയർ പൊടി പോലത്തെയോ കോഴ്സ് ഗ്രാന്യൂൾസ് നമ്മൾ സ്കിന്നിലിട്ട് ഉരയ്ക്കുന്ന സമയത്ത് ഈ സ്കിന്നിന്റെ പാളികൾ ബ്രേക്ക് ആവുകയും ബാക്കി ബാക്ടീരിയയും അലർജൻസും അകത്തേക്ക് കടക്കാനൊരു കാരണം. രണ്ടാമത്തെ കാരണം വെയിൽ തട്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടും. കാരണം പലപ്പോഴും മഞ്ഞൾപ്പൊടി പോലത്തെ, അതായത് കസ്തൂരി മഞ്ഞളൊക്കെ പുരട്ടിയിട്ട് ഇത് കഴുകി കളഞ്ഞ് പുറത്തേക്ക് പോയി കഴിഞ്ഞാലും ഇതിന്റെ റെമിനൻസ് സ്കിന്നിൽ ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ UV ലൈറ്റിനെ അട്രാക്ട് ചെയ്യുന്ന ഘടകങ്ങളാണ്. അപ്പം അത് പുരട്ടിയ ആൾക്ക് സാധാരണ ആളെക്കാളും വെയിലിന്റെ അലർജി വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനെ പല കാര്യങ്ങളുണ്ട്, പല രീതിയിൽ വേഴ്സണിങ് ഉണ്ടാക്കും. ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ പുതിയ ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവും. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പം ഗുണമുള്ള ഒരു ഹോം റെമഡി എന്ന് പറയാൻ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ കിട്ടുന്നില്ല. കാരണം എല്ലാത്തിൻ്റെയും സൈഡ് എഫക്ട്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈവൻ മുൾട്ടാനി മിട്ടി, അലോവേര ജെല്ല് വരെ പുരട്ടി അലർജി വന്നിട്ടുള്ള കേസസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നും സേഫ് അല്ല. പിന്നെ ഇതെല്ലാം ഒരു ഫീൽ ഗുഡ് ഫാക്ടറാണ്. പേഷ്യന്റിന് ഇത് അപ്ലൈ കഴിഞ്ഞാൽ എന്തൊക്കെയോ ഞാൻ എൻ്റെ സ്കിന്നിന് വേണ്ടി ചെയ്തു, ഞാൻ കുറേ സമയം ഇതിന് ഡിവോട്ട് ചെയ്തു എന്നുള്ളൊരു തോന്നലാണ്. അതും പോസ്റ്റ് കോവിഡ് കുറേ കാലം വീട്ടിലിരുന്ന ശേഷമാണ് ആളുകൾ ഈ സ്കിൻ റെമഡീസിലേക്കും ഹോം റെമഡീസിലേക്കൊക്കെ കടന്നു കിടക്കും. അപ്പോൾ നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്താണോ നിങ്ങളുടെ സ്കിന്നിൻ്റെ കൺസേൺ അതനുസരിച്ച് ട്രീറ്റ് ചെയ്യാം. അല്ലാണ്ട് മറ്റുള്ളവർ അത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളിത് ചെയ്യേണ്ട കാര്യമില്ല.